ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഷമീം കൽപ്പേനി. എൻ്റെ കൂടെ കഴിഞ്ഞുപോയ മാസങ്ങളിൽ ലക്ഷദ്വീപിലേക്ക് വന്ന് എൻജോയ് ചെയ്തവരുടെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്ര നടത്തി പോകുന്നത് ലക്ഷദ്വീപിലെ സുന്ദരി എന്നറിയപ്പെടുന്ന അതിമനോഹരമായ കൽപ്പേനി ദ്വീപിലേക്കാണ്. കൽപ്പേനി ദ്വീപിലെ അതിമനോഹരമായൊരു ബീച്ചാണ് അലി ബീച്ച്. നമ്മൾ അലി ബീച്ചിൽ നിന്നും കയാക്കിങ് ചെയ്തിട്ട് ആൾതാമസമില്ലാത്ത തിലാക്കൻ ദ്വീപിലേക്ക് പോകും. തിലാക്കൻ ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. 1 മണിക്കൂറാണ് സമയം. എൻ്റെ കൂടെ ലക്ഷദ്വീപിലേക്ക് വന്ന ആളുകൾ അലി ബീച്ചിൽ നിന്നും കയാക്കിങ് ചെയ്ത് ആൾതാമസമില്ലാതെ ആ കാണുന്ന തിലാക്കൻ ദ്വീപിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും കൽപ്പേനി ദ്വീപിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക. ഫോം വിളിക്കരുത്, ഇവിടെ റേഞ്ച് കുറവാണ്, കിട്ടത്തില്ല. നമ്മുടെ അടുത്ത ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് 2025 ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ്. 2 ഭാഗത്തേക്കും കപ്പലാണ്. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കും കപ്പലാണ്, ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്കും കപ്പലാണ്. താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 2 ഭാഗത്തേക്കും കപ്പൽ യാത്ര നടത്തുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ യാത്രയ്ക്ക് വേണ്ടി ഒരു 10 ദിവസം നിങ്ങൾ മാറ്റിവെക്കണം. നമ്മുടെ പാക്കേജ് വരുന്നത് 3 രാത്രി 4 പകലാണ്. 4ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോട് കൂടി നിങ്ങളുടെ പാക്കേജ് തീരും. 2 ദിവസമോ 4 ദിവസമോ ചിലപ്പം എക്സ്ട്രാ നിന്നേക്കാം കപ്പലിൻ്റെ പ്രോഗ്രാം അനുസരിച്ച്. അങ്ങനെയാകുമ്പോൾ സ്വന്തം ചെലവിലാണ് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരിക. അതുപോലെ തന്നെ കൽപ്പേനി ദ്വീപിലെ വേറൊരു അടിപൊളി ബീച്ചാണ് കൂമേൽ ബീച്ച്. കൂമേൽ ബീച്ചിൽ നിന്നും ഈ കാണുന്ന ചെറിയ തോണിയിൽ കയറിയിട്ട് നമ്മൾ ആൾതാമസമില്ലാത്ത പിട്ടി ദ്വീപിലേക്ക് വരും. പിട്ടി ദ്വീപിലേക്കുള്ള ട്രിപ്പ് നമ്മുടെ പാക്കേജിൽ പെട്ടതാണ്. കയാക്കിങ് പാക്കേജിൻ്റെ പുറമെയാണ്. കയാക്കിങ്ങിന് ഒരാൾക്ക് 250 ഉള്ളത്. താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിട്ടി ദ്വീപിലേക്കുള്ള ട്രിപ്പ് നമ്മുടെ പാക്കേജിലുള്ളതാണ്. പിട്ടി ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ സ്നോർക്കലിങ്ങിനാണ് പോകുന്നത്. ഇതേപോലെ ജാക്കറ്റും ഗ്ലാസ്സൊക്കെ വെച്ചതുകൊണ്ട് മുങ്ങിപ്പോകുന്നുള്ള പേടി വേണ്ട. അങ്ങനെ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് പിട്ടി ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കൂമേൽ ബീച്ചിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരും റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് 3500 അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്ത് PCC വാങ്ങി തരിക. ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. PCC കിട്ടിക്കഴിഞ്ഞാൽ PCC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും. വീണ്ടും ഒരു 15 ദിവസം കാത്തു നിന്നാൽ നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടും. കപ്പലിൻ്റെ പ്രോഗ്രാമും നോക്കി ഇതുപോലെ കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വന്ന് എൻജോയ് ചെയ്യാം. രാവിലത്തെ അലി ബീച്ചിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയിലെ അലി ബീച്ചിലെ കാഴ്ചകളാണ്. അലി ബീച്ചിൽ നിന്നും ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇതാ കൽപ്പേനി ദ്വീപിലെ അതിമനോഹരമായ ഒരു റെസ്റ്റോറൻറ്റിലാണ് എത്തിയിട്ടുള്ളത്. കസിൻസാണ്. ഇവിടെ നിന്നും അൽഫാമും പിന്നെ ഒക്കെ കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ. പിന്നീട് ഉപകാരമുണ്ടാവും. ചങ്ങാതിമാർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ.